വളർന്നത് തീർച്ചയായിട്ടും ആ എംപ്ലോയീസിന്റെ കാരണമായിരിക്കും. മലയാളിമാർക്ക് ഒരു പരിധിയുണ്ട്. ഒരു മാത്രം വിചാരിച്ചാൽ പോരാ, തിരിച്ച് ആ മുതലാളിനെ സ്നേഹിക്കാൻ ആ തൊഴിലാളിക്കും കഴിയണം. ഇതൊരു ആത്മബന്ധമാണ്. എന്തോ ഭാഗ്യത്തിന് ഒരാൾ മുതലാളിയായി, ഒരാൾ തൊഴിലാളി, അത്രേ ഉള്ളൂ. ഈ മുതലാളിമാരൊക്കെ ഹവായി ചെരുപ്പേലും ചളിയിൽ എന്റെ വിരലുകൾ മുഴുവൻ, കാലിന്റെ വിരലുകൾ മുഴുവൻ മുമ്പര് പറഞ്ഞ മാതിരി എന്റെ എല്ലാ വിരലുകളും ഇപ്പം കുയിനാങ്കുത്ത് എന്ന് പറയും. അങ്ങനെ തന്നെ പറയാന്ന് വിചാരിക്കുന്നു. നമ്മളെ കോഴിക്കോടിൽ പറയും കുയിനാങ്കുത്ത്. ഫുള്ള് വിരലുകൾ അങ്ങനായി. അതൊന്നും എനിക്കൊരു പ്രശ്നമില്ല. ഇനി എൻ്റെ നല്ല സമയം ഒരു 72 ദിവസം എന്ന് പറഞ്ഞത് ഞാൻ അവിടെ അതിൻ്റെ ഒരു ബഹുഭൂരിപക്ഷ സമയം അവിടെ നിന്നത് ഒരുപാട് മാനസിക സമ്മർദ്ദം കൊണ്ടാണ്. എനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പല പ്രചരണങ്ങൾ, ഞാൻ എൻ്റെ മതം അല്ലെങ്കിൽ എൻ്റെ ഉസ്താദുമാർ, മാഷുമാർ, എൻ്റെ കുടുംബം, ഞാൻ ദാവൂദ് ഇബ്രാഹിമിനെക്കാട്ടും വലിയ ഡോണ, ഇന്നങ്ങനെ ആക്കി മാറ്റി. അതോട് കൂടിയിട്ട് ഇങ്ങനെ ആക്കുന്നതോട് കൂടിയിട്ട് ഒരാളെ എങ്ങാനും പിന്നോട്ട് പോയിരുന്നെങ്കിൽ എന്തായിരിക്കും ഞാൻ അർജുൻ്റെ വീട്ടിൽ എത്തിച്ച് പാലിച്ച്. ഇൻ കേസ് ഞാൻ എങ്ങാനും ഇതിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മുന്നോട്ടേക്ക് നടക്കൂല. നമുക്ക് ആ വീട്ടിൽ ഓനെ എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ സമൂഹം നാണം കെടുകയും. നമുക്ക് ഓനെ എത്തിക്കാൻ കഴിഞ്ഞോട് കൂടിയിട്ടാണ് പിന്നെ പല വിവാദങ്ങളിലേക്ക് പോകുന്നത്. അപ്പം നമ്മൾ ഒന്നാമത്തെ പഠിപ്പിച്ചത് മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള ബന്ധം. രണ്ടാമത് നമ്മൾ പഠിപ്പിച്ചത് ഒരു 2 ചെറിയ വേർഡുകളാണ്, കമ്മിറ്റ്മെൻറ്റ്, പ്രോമിസ്. ഈ 2 വേർഡുകൾ കേൾക്കാൻ നല്ല സുഖമാണ്. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വേർഡുകൾ ഒരിക്കലും ഉപയോഗിക്കരുത്. പോക്കറ്റിൽ ഇട്ടേക്കണം. ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ചെയ്യണം. ഞാൻ ഓരോ വീട്ടുകാർക്ക് കൊടുത്ത ഒരു പ്രോമിസാണ് ഇന്നെ അവിടെ നിർത്തിയത്.